റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്തയായിക്കൊണ്ട് നമ്മളെ അറിയിച്ചൊരു കാര്യമാണ് ഖുർആനിൻ്റെ കാര്യം. അവിടുന്ന് പറഞ്ഞു, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, കാരണം നിങ്ങൾക്ക് രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ളത് ഈ വിശുദ്ധ ഗ്രന്ഥത്തെയാണ്. ഫഇന്ന ഹാദൽ ഖുർആൻ തറഫുഹു ബിയദില്ലാഹ് വതറഫുഹു ബിഐദീകും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു അറ്റം അത് അള്ളാൻ്റെ കയ്യിലാണ്, അതിൻ്റെ ഇങ്ങേ അറ്റം ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളായ സാധുക്കളായ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മഹത്വവും അനുഗ്രഹവും എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ, നമ്മൾ പഠിക്കുന്ന ഖുർആനിൻ്റെ, നമ്മുടെ കയ്യിൽ ഗ്രന്ഥരൂപേണ പരിപൂർണമായി ഉള്ള ഈ ഖുർആനിൻ്റെ, നമ്മൾ ജീവിതത്തിൽ പകർത്തുന്ന ഖുർആനിൻ്റെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് പഠിച്ചവനാണ്. ഒരറ്റം നമ്മുടെ കയ്യിലുമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇറക്കി തന്നിട്ടുള്ള ഹബ്ലും മിനല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഭദ്രമായ കയറാണ്, പിടിവള്ളിയാണ് ഖുർആൻ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ധൈര്യമായി ഒരിക്കലും പൊട്ടുകയില്ല എന്ന ഉറപ്പോടെ പിടിച്ചു തൂങ്ങാനുള്ള പിടിവള്ളി, അൽ ഉർവത്തുൽ വുസ്ഖ ആണ് ശരിക്ക് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ ഹബിലിലാണ്. ശരിക്ക് അള്ളാഹു ഇറക്കി തന്ന ഈ രക്ഷാകവചം നമ്മൾ അണിയുകയാണെങ്കിൽ, ഈ പിടിവള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രയാസം അനുഭവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തുഹ്ലികൂ വലൻ തദില്ലു ബഅദഹു. നിങ്ങൾ അതിനെ അംഗീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും നാശമടയുകയില്ല, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അബദ, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷ കാലഘട്ടത്തിനുള്ളിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ അവതീർണമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാനനിമഗ്നനായി റസൂലുള്ളാഹി ജബലുന്നൂറിൽ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ആദ്യത്തെ 5 സൂക്തങ്ങൾ അവതീർണമാകുന്നു. പേടിച്ച് വിറച്ച് ബേജാറായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ ഭാരവും പേറി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഒരിക്കലും വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹിം വതഖരിൽ ലൈഫ് വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവായിബിദ് ദഹർ. അല്ലാഹു നിങ്ങളെ കൈയൊഴിക്കൂല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സമാശ്വസിപ്പിക്കുകയാണ്. കാരണം എന്താ? നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ ചേർക്കുന്ന വ്യക്തിയാണ്, വിരുന്നുകാരെ സൽക്കരിച്ചാദരിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യർ തമ്മിലുള്ള അടുപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക? അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾ ഭാരം ചുമന്ന് അതിന് പരിഹാരം കാണുന്ന ആളാണ്. എന്ത് ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അതിനൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. എങ്ങനെയാ പഠിച്ചോ നിങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന ഈ ആശ്വാസത്തിൻ്റെ കുളിർമഴ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുകയാണ്. അന്ന് ആരംഭിച്ച വഹി അവസാനിക്കുന്നത് നിങ്ങൾ നോക്കൂ, 23 കൊല്ലകാലത്തെ സംഭവ ബഹുലമായ ജീവിതമാണ്. റസൂലിൻ്റെ യാത്രയിൽ ഖുർആൻ അവതരിച്ചിട്ടുണ്ട്.
റസൂലുള്ള നാട്ടിൽ ആയിരിക്കുമ്പോൾ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, സമാധാന കാലഘട്ടത്തിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, യുദ്ധവേളകളിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി, നമ്മുടെ സംശയങ്ങൾക്കുള്ള നിവാരണമായി, മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവതീർണമായതാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹിറയിൽ നിന്ന് ആരംഭിച്ച്, ഹിറാ ഗുഹയിൽ നിന്ന് ആരംഭിച്ച് അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് റസൂലുള്ള ആകെ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഹാജിമാരൊക്കെ ഹജ്ജിന് പോകുന്ന കാലമാണ്, ഹജ്ജത്തുൽ വദാ. അവിടെ വെച്ച് ഹജ്ജിൻ്റെ വളരെ സുപ്രധാനമായ ഒരു റുഖിനാണ് അറഫ എന്നുള്ളത്, അറഫയിലുള്ള സമ്മേളനം. ആ അറഫയിൽ വെച്ചാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തേതെന്ന് പറയുന്ന ആയത്ത് അവതീർണമാകുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഒരു ജൂതൻ ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, അതുപോലെയുള്ളൊരു ആയത്ത് ഞങ്ങൾക്കായിരുന്നു അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ അതൊരു ആഘോഷ സുദിനമാക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. ഉമർ റളിയല്ലാഹുവിന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല സഹോദര, ആ ആയത്ത് ഇറങ്ങിയത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും പരിപാവനമായ മാസത്തിൽ, ദുൽഹജ്ജ് മാസത്തിലാണ്, അതും ഹജ്ജിന്റെ ദിനങ്ങളിലാണ്, ഹജ്ജിന്റെ ആത്മാവെന്ന് പറയാവുന്ന അറഫാ ദിനത്തിലാണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ഞങ്ങൾക്ക് ആഘോഷമായൊരു സുദിനം തന്നെയാണ്. ഞങ്ങളുടെ ദീൻ പൂർത്തിയായി എന്ന ആ സൂക്തം അവതീർണമായ സന്ദർഭവും ദിവസവും മാസവും സ്ഥലവും ഒക്കെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചത്. നോക്കൂ നിങ്ങൾ, ഈ ഒരായത്ത് ശരിക്ക് സൂറാ മാഇദയിൽ അതിൻ്റെ ഇടയിൽ വെക്കാൻ അള്ളാഹിന്റെ നിർദ്ദേശം ഉണ്ടായി. സൂറാ മാഇദയിലെ 3-ാമത്തെ ആയത്ത് പൂർത്തിയാകാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതോടുകൂടി അത് കംപ്ലീറ്റ് ആയി. ഖുർആനിൻ്റെ ഓരോ സൂക്തങ്ങളും ഓരോ സൂറകളും അതിലെ ഓരോ അക്ഷരങ്ങളും അതിലെ ഓരോ വാക്കുകളും അത് എങ്ങനെയാകണം, എവിടെയാകണം എന്നതൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലിന് നിർദ്ദേശം നൽകുകയും അങ്ങനെ തന്നെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്ത ഒരു ദിവ്യഗ്രന്ഥമാണ് ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ഖുർആൻ, അതിൻ്റെ ക്രോഡീകരണം, അത് പാരായണം ചെയ്തു തരിക എന്നുള്ളത് ഒക്കെ നമ്മുടെ ബാധ്യതയായി അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഒരു മുഅ്ജിസത്താണ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് എത്ര വേദഗ്രന്ഥങ്ങൾ അവതീർണമായിട്ടുണ്ട്, കിതാബുകളും സുഹുഫുകളും ഒക്കെ ആയിട്ട്. പക്ഷേ അതൊക്കെ ഇറങ്ങിയതിന് ശേഷം സ്വാർത്ഥംഭരികളായ പണ്ഡിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെ അവർ കൈകടത്തലുകൾക്ക് വിധേയമാക്കുകയുണ്ടായി. ഖുർആനിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തു. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ലോകാവസാനം വരെ ഈ ഗ്രന്ഥം ഒരു മുഅ്ജിസത്തായി, അൽ ഖുർആൻ മുഅ്ജിസത്തുൻ ഖാലിദ ഹത്താ യൗമൽ ഖിയാമ, അന്ത്യദിനം വരെ അതൊരു മിറാക്കിളായി, മുഅ്ജിസത്തായി ഈ ലോകത്തിന് മുമ്പ് നിലനിൽക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നുമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളും അവതീർണം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, സഹാബ വനിതകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ ഖുർആൻ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ്, അവർക്ക് ബോധ്യമാവുകയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കിടയിലുണ്ടായിരുന്ന ചില ആത്മരോഷങ്ങൾ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അതിനെ ഞാൻ വിശദമായി വിശദീകരിക്കുന്നില്ല, സൂറത്ത് തഹരീമിന്റെ പ്രാരംഭ ഭാഗം അങ്ങനെയാണ് അവതരിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇനി തേൻ കഴിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ. ആ സംഭവം പഠിതാക്കളായ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരമായി റസൂലുള്ള തേൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റസൂൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ തന്നെ അത് ഹറാമാക്കുകയാണ്. തേൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ശമനം, ശാരീരിക രോഗത്തിനുള്ള ശമനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ എന്തെങ്കിലും ഒരു മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തേന് മാത്രമാണ്. അത് ഞാൻ കുടിക്കുന്നില്ല. എന്തിനു വേണ്ടി? പത്നിമാരുടെ തൃപ്തി നേടാൻ വേണ്ടി ഖുർആൻ ഇറങ്ങി. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗീ മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹ് ഹലാലാക്കിയ തേനിനെ ഹറാമാക്കാൻ പാടില്ല നബി. യാ അയ്യുഹൻ നബി എന്ന് പറയണ്ട, അല്ലയോ നബിയേ. ആ സംബോധന തന്നെ നോക്കൂ. നബിയെ അള്ളാഹു വിളിച്ചത് ഇങ്ങനെ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മറ്റ് അമ്പിയാക്കളൊക്കെ പേര് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടുണ്ട് പേര്. വഖുൽനാ യാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ടുണ്ട്. പല അമ്പിയാക്കളെയും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അത് വേറൊരു വിഷയമാണ്. ഇത് ആ പ്രശ്നത്തിന് പരിഹാരമായി അതോടുകൂടി. അതേപോലെ തന്നെ നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണങ്ങളിൽ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ പ്രമുഖയായ ഒരു സഹാബി വനിതയാണ്. അവിടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി. ഭർത്താവുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഭർത്താവ് അവരെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി ജാഹിലിയ കാലത്ത് അവർ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത്. അന്തി അലയ്യ കലഹരി ഉമ്മി, നീ എനിക്കെൻ്റെ ഉമ്മാൻ്റെ മുതുകു പോലെയാണ്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു വിവാഹമോചനത്തിന് അവർ ഉച്ചരിച്ചിരുന്ന വാചകം. അതോടുകൂടി പ്രശ്നമായി. ഇനി എന്താ ഈ വിഷയത്തിൽ ചെയ്യുക? അവർക്കാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ട്, കുടുംബ പ്രാരാബ്ദങ്ങളുണ്ട്. ഈ ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ അവരാകെ കുഴങ്ങും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ എന്നെ ഒഴിവാക്കിയ പോലെയാണ്. അയാളത് പറഞ്ഞും കുടുങ്ങി. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇതൊരു പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? റസൂലിനോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഒരു മതപരമായ വിധി പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട്. റസൂലിന് ഈ വിഷയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ വഹി കിട്ടാതൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വിച്ഛേദിക്കപ്പെട്ടു എന്നതാണ്. ഇനി അള്ളാഹിൻ്റെ പല പ്രത്യേക നിർദ്ദേശങ്ങളും വരണം. ആ സന്ദർഭത്തിൽ ഈ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യ സന്ദേശം ഇറങ്ങുകയാണ്. നമ്മൾ ഖുർആനിലെ ഒരു ജുസ് തന്നെ തുടങ്ങുന്നത് സൂറ മുജാദല. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ്. പഠിച്ചോ നോക്കൂ, നമ്മൾ പറയുന്നത് പഠിച്ചോൻ കേൾക്കും. നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ എല്ലാ സംസാരങ്ങളും, നമ്മുടെ ആവലാദികളും, നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങളും, നമ്മുടെ തേട്ടങ്ങളും പഠിച്ചോൻ കേൾക്കും. ഖദ് സമിഅ അല്ലാഹ്, നിശ്ചയം അല്ലാഹു കേട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി താങ്കളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ കാര്യം അവർ പറഞ്ഞ വാക്ക് പഠിച്ചോൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിനുള്ള പരിഹാരങ്ങൾ അവതീർണമാവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. മനുഷ്യൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ തമീം ഗോത്രത്തിൽപ്പെട്ട പ്രധാനിമാരും പ്രമുഖരുമായ ആളുകൾ കടന്നു വരുന്നു. മുളർ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. റസൂലിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ പ്രമുഖരും പ്രമാണിമാരും VIPs ഒക്കെയാണ്. റസൂലിനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് അങ്ങനെ തന്നെയുള്ള പരിഗണന കിട്ടണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ റസൂൽ എവിടെയാണ്? മസ്ജിദുൻ നബവിയിൽ, പള്ളിയിൽ. ആരെ കൂടിയായിരിക്കുന്നത്? അവിടുത്തെ അനുചരന്മാരുടെ സഹാബത്തിൻ്റെ കൂടെ. അതിൽ ആരൊക്കെയാണുള്ളത്?
ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ഭാരിച്ച ജോലി ചെയ്തു എന്ന് വിയർപ്പിൽ കുളിച്ച് ഒരു മൂലയിലിരുന്ന് ഈത്തപ്പനയുടെ ഒരു മടല് കൊണ്ട് ഒരു വട്ടി നെയ്തുണ്ടാക്കുകയാണ്. ഷുഐബ് റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പാവങ്ങളായ ആൾക്കാരാണ്. നബിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവരെയാണ് ആദ്യം കാണുന്നത്. അദ്ദേഹം അവർ പറയുന്നത് എന്താണെന്നോ, അമ്മാ യുദീക റീഹു ഹാഉലാഇ യാ റസൂലല്ലാഹ്, ഇവരുടെ ഈ വിയർപ്പിന്റെ മണം നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ലേ? ഞങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്ന പ്രമുഖരാണ്, മുളർ ഗോത്രത്തിലെ പ്രമാണിമാരാണ്. ഇജ്അൽ ലനാ മജ്ലിസൻ വലഹും മജ്ലിസ, ഞങ്ങൾക്കൊരു VIP സീറ്റ് അറേഞ്ച് ചെയ്യണം, അവരെ മാറ്റി നിർത്തി, എന്നിട്ട് വേണം നിങ്ങളോട് സംസാരിക്കാൻ എന്നാ പറയുന്നത്. ആ സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവരെയും പറ്റേ കൈയൊഴിക്കാൻ പറ്റൂല. ഒരു ഗോത്രത്തിലെ നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവർ മുഖേന ഈ സത്യസന്ദേശത്തിന്റെ വെളിച്ചം കിട്ടാൻ ഒരുപാട് സാധ്യതകൾ മറ്റുള്ളവർക്ക് വഴിയൊരുങ്ങും. എന്ത് ചെയ്യണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം ഒന്നും പറയാതെ നിന്നു. അള്ളാഹുവിൻ്റെ വഹി വന്നു. നബിയെ, ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ ദീനിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന അനുചരന്മാരെ അവഗണിക്കാൻ പാടില്ല. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽആദാതി വൽഅശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. സൂറ കഹ്ഫിലെ വചനം അപ്പോഴാണ് അവതീർണമായത്. വസ്ബിർ നഫ്സക്, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്ത് വൽഗശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ചു തേടുന്ന ഈ പാവങ്ങളായ സാധുക്കളായ ആളുകളുടെ കൂടെ മനസ്സുറപ്പിക്കണം. വലാ തഅദു ഐനാക അൻഹും, നിങ്ങളുടെ ദൃഷ്ടി അവരിൽ നിന്ന് തെറ്റിപ്പോകരുത്. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ പളപളപ്പ് അത് കണ്ടുകൊണ്ട്. അതുപോലെ തന്നെ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അവരോട് പറഞ്ഞേക്കുക നിങ്ങളുടെ രക്ഷിതാവിന്റെ അരികിൽ നിന്ന് അവതീർണമായ ഈ സന്ദേശം അത് സത്യസന്ദേശമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ള ആളുകൾ വിശ്വസിച്ചാൽ മതി. ഈ ദീനിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സീറ്റ് വേണം, ഇന്ന സ്ഥാനം വേണം, എന്നാൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിപ്പിടവും സിംഹാസനവും കസേരയും ഒരുക്കി കൊടുത്തുകൊണ്ട് ആളുകളെ കൂട്ടുന്ന ഒരു ദീനല്ല ഇത്. അൽ ഹഖ് മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള സത്യസന്ദേശമാണ്. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിരസിക്കാം. നോക്കൂ നിങ്ങൾ, അതാണ് ദീൻ. അതവിടെ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമായി വരികയാണ്. റസൂലിന്റെ സദസ്സിൽ അതേ ഒരുപാട് സംഭവങ്ങൾ, നിങ്ങൾ പഠിതാക്കളാണ്, നിങ്ങളെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇങ്ങനെ ഖുർആൻ പഠിതാക്കൾ എന്ന നിലക്ക് നിത്യേന ഖുർആൻ ഓതുന്നവരാണല്ലോ നമ്മൾ. ഖുർആൻ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും പഠിക്കുക. നമ്മുടെ അധികം ഖുർആൻ പഠന സംരംഭങ്ങൾ എടുത്തു നോക്കിയാലും അധികം ആളുകൾ പഠിതാക്കളായി പുരുഷന്മാരൊക്കെ ആളെ നമ്മൾ കാണുന്നത് സ്ത്രീകളാണ്. റസൂലിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ വിജ്ഞാന ഈ സമ്പത്ത് സംഭരിച്ചു വെച്ച അതിൻ്റെ കാവൽക്കാരായി നിന്ന ആളുകളിൽ അധികം ആൾക്കാരാരാണ്? സ്ത്രീകളാണ്. സഹോദരിമാരെ അതിൻ്റെ പേരിൽ ഞാൻ എന്നും അഭിനന്ദിക്കുകയാണ്. ഹദീസുകളെ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ചരിത്രം എടുത്ത് പരിശോധിച്ചാലും സഹാബ വനിതകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ചില സന്ദർഭത്തിലൊക്കെ ഖുർആന് സ്ത്രീകൾക്ക് മാത്രമാണോ ഇറങ്ങിയത് എന്ന് തോന്നിപ്പോകും. ഇതേപോലെയുള്ള പഠന സംരംഭങ്ങളും സംവിധാനങ്ങളും കാണും. അതുണ്ടാകരുത്. പുരുഷന്മാരും കൂടി ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു മത്സര ബുദ്ധിയോടുകൂടി വരണം. ഖുർആൻ നമുക്ക് അനന്തരമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് എന്ന് കൂടി പറയുന്നുണ്ട്.
അപ്പൊ ഈ അനന്തരം കിട്ടിയത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിൽ മത്സരിച്ച് തന്നെ നമ്മൾ മുന്നേറണമെന്നാണ് പറയുന്നത്. ഖുർആനിന്റെ കാര്യത്തിൽ എന്ത് നമ്മൾ പുതിയത് കേട്ടാലും എഴുതി വെക്കാനുള്ള ഒരു നോട്ട് പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാകുക. കാരണം ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഖുർആനെ കുറിച്ച്. കൂടുതൽ കൂടുതൽ വായിക്കുക, രേഖപ്പെടുത്തി വെക്കുക, മറ്റുള്ളവർക്ക് ആ വിജ്ഞാനങ്ങൾ കൈമാറുക. അങ്ങനെയുള്ള ഒരു പഠന പുരോഗതി ഖുർആൻ പഠന രംഗത്ത് നമ്മൾ നേടിയെടുക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണാൻ അവിടുത്തെ ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമ്മ മക്തൂം വന്ന ഒരു സന്ദർഭം നിങ്ങൾക്കൊക്കെ അറിയാം. റസൂലിന്റെ അരികിലേക്ക് എന്തിനാ വരുന്നതെന്നോ? അന്ധനാണ്. സദസ്സിൽ ആരുണ്ട്, ആരൊക്കെയായിട്ടാണ് റസൂൽ സംസാരിക്കുന്നതെന്നോ അറിയില്ല, കാണുന്നില്ല. അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹു യാ റസൂലല്ലാഹ്. റസൂലേ, നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്ന പുതിയ വല്ല അറിവുമുണ്ടെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാ വരുന്നത്. അപ്പോഴാണ് റസൂൽ പ്രമുഖരായ ഖുറൈശി പ്രമാണിമാരുമായുള്ള ആശയ സംവാദത്തിലാണ്. അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം. ഈ നേരത്തെ അദ്ദേഹം വരേണ്ടിയിരുന്നില്ല എന്നൊരു ചെറിയ തോന്നലേ റസൂലിന്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ളൂ. ഏതായാലും നെറ്റി അല്പം ചുളിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു 8-10 ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിലെ ചുളിവ് നികർത്താൻ വേണ്ടി വാനലോകത്തുനിന്ന് ഇറക്കി. നിങ്ങൾക്കറിയാലോ, അബസ വതവല്ല അൻജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഓതി നോക്കൂ, 8-10 ആയത്ത് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. എന്തിനുള്ള പരിഹാരം? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ വീണ ചുളിവ് നിവർത്താനാണത്. റസൂലിന്റെ മുഖത്ത് അങ്ങനെ ഒരു ചുളിവ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ 114 സൂറകളുടെയും പേര് നൗണുകളാണ്. മൊത്തത്തിൽ നൗണെന്ന് പറയാം. ഒരു പേര് മാത്രമേ വെർബായി വന്നിട്ടുള്ളൂ. ആ വെർബ് എന്താണ്? ഈ സൂറയാണ്. അബസ എന്ന പദം ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. അതെന്താണ്? മുഖം ചുളിച്ചു എന്നതാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം പാരായണം ചെയ്യുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ, അത് എന്ത് പ്രശ്നമാണ്? മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപഴകലുകൾ, അവരുടെ സ്നേഹം, അവരെ അംഗീകാരം, അവർ തമ്മിൽ ആദരവുണ്ടാകണം. അതിനാണ് മാർക്കറ്റുള്ളത്, അതിനാണ് വിലയുള്ളത്, അതിനാണ് മൂല്യമുള്ളത്. ആളുകളോട് എങ്ങനെ പെരുമാറണം, ഏത് ശൈലി സ്വീകരിക്കണം, ഏത് ഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ ബോഡി ലാംഗ്വേജിനെ വരെ ഖുർആൻ ശരിക്കും നിയന്ത്രിക്കുന്നുണ്ട്. ഒരാളുടെ ശരീരഭാഷയെ ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. നീ ആരാടാ എന്ന് ചോദിച്ചിട്ടുള്ള ഈ അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തമല്ല. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വൈലുൽ ലികുല്ലി ഹുമസ അല്ലുമസ. അവിടെ നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ് പറയുന്നത്. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നിന്റെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ നടത്തത്തിൽ നിന്റെ പാദപതനത്തിൽ ഭൂമിയെ പിളർക്കാൻ നിനക്ക് കഴിയില്ല. നീ വലിയ ആളായിട്ട് പർവ്വതത്തോളം ഉയരം വെക്കാൻ നിനക്ക് കഴിയോ? മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് ഖുർആൻ പറയുന്നത്. ഇവിടെയൊക്കെ എവിടെയാണ് നിയന്ത്രിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ സംസാര ശൈലിയെ. സംസാരം 3 തരത്തിലാണ് ഖുർആൻ പറയുന്നത്. ഒന്ന് ഖൗലുൻ മഅറൂഫ്, ഖൗലുൽ ലയ്യിൻ, ഖൗലുൻ കരീം. നോക്കൂ, നിങ്ങൾ മക്കള് ബാപ്പാനെ വിളിക്കേണ്ടത് യാ അബത്തി,
വന്യപിതാവേ, സംബോധനയുടെ ശാസ്ത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും, അതിൻ്റെ കെമിസ്ട്രി, സംസാരത്തിൻ്റെ. അപ്പം ഈ രീതിയിലായിരിക്കണം ഖുർആൻ നമ്മൾ പഠിക്കുകയും അറിയുകയും അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് സഹോദരങ്ങളെ ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഖുർആനിൻ്റെ ആശയം മാത്രമല്ല, അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ 17 തവണ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നൊരു സൂറയാണ്. അതിൻ്റെ ആശയം എന്ന പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്ന ഒരു ദിവ്യഗ്രന്ഥം, പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അത് അവസാനിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അള്ളാഹുവിൽ ഇസ്തിആദ നടത്തി കാവൽ തേടിക്കൊണ്ട് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നു. സൂറ അൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് നമസ്കാരത്തിലെ. അത് നോക്കൂ നിങ്ങൾ, അള്ളാഹു അതിനെ സംഘടിപ്പിച്ചിട്ടുള്ളത് സുബൂഉം മിനൽ മസാനി, ആവർത്തിതങ്ങളായ സപ്തസൂക്തങ്ങളാണിത്. ഈ 7 ആയത്തുകളെ അള്ളാഹു 25 കലിമ കൊണ്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 25 കലിമത്തുകൾ, വാക്കുകളാണ് അതിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ 114 സൂറകളുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 113 ഈ 113 അക്ഷരങ്ങളാലാണ് സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു ഘടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഈ ദിവ്യഗ്രന്ഥം, അതിൻ്റെ ഓരോ സൂക്തങ്ങളും സുഭദ്രമാക്കപ്പെട്ടതാണ്. ഒരു സൂക്തത്തിലെ, ഒരു കലിമത്തിലെ, ഒരു വാക്കിലെ ഒരു അക്ഷരത്തിന് മാറ്റമുണ്ടായാൽ, നമ്മൾ സാധാരണ പറയാറില്ലേ പുള്ളി വ്യത്യാസമില്ലാതെ, ഒരക്ഷരത്തിന് മാറ്റമുണ്ടായാൽ അത് കണ്ടുപിടിക്കപ്പെടും. കാരണം ഇത് ദൈവികമാണ്. ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. യുക്തിമാനും സർവജ്ഞനുമായ അല്ലാഹുവിങ്കൽ നിന്ന് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദമാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ദിവ്യഗ്രന്ഥത്തിൻ്റെ അനുയായികളായി നമ്മൾ എത്ര അഭിമാനിക്കണം. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇതൊരു വലിയ മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിലുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ എല്ലാ ശക്തിയോടും അതിൻ്റെ എല്ലാ പ്രതാപത്തോടും അതിൻ്റെ എല്ലാ കഴിവോടും കൂടി മൂസാ നബിൻ്റെ വടി, നമ്മളിങ്ങനെ പുഴ കടക്കണമെങ്കിൽ വടിയുണ്ട് അടിച്ചാൽ അവിടെ പിന്നെ കര തുറന്ന് കാണും, ഒക്കെ അള്ളാൻ്റെ അനുമതിയോടുകൂടി. പക്ഷേ കഴിഞ്ഞു പോയ അമ്പ്യാക്കൾ കിട്ടിയ മുഅ്ജിസത്തൊക്കെ അവിടെ മരണശേഷം എന്ത് ചെയ്തു? അത് അവസാനിച്ചു, അത് നിഷ്പ്രഭമായി, അതിന് കഴിവില്ലാതെയായി. എന്നാൽ നോക്കൂ, വിശുദ്ധ ഖുർആൻ അതേപോലെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു മുഅ്ജിസത്താണ്. റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ സമൂഹത്തിന് അനുഭവപ്പെട്ടിരുന്ന ഈജാസിനേക്കാൾ ശക്തമായി 10 മടങ്ങ് അതിൻ്റെ എല്ലാവിധ കഴിവും നിലനിൽക്കുന്ന വിധത്തിൽ ഇന്നും അത് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഇത് പഠിക്കുകയും ഇത് നമ്മൾ പകർത്തുകയും മറ്റുള്ളവർക്ക് ഇതിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ ജീവിതം ഇതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാബലനും പരമകാരുണ്യകനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹാസംഗമത്തിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.